ഒടുവിൽ ബലാത്സംഗ കേസിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അറസ്റ്റിലായി. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് ഓഫീസർ പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതേസമയം തിരുവല്ല സ്വദേശിനിയുടെ മൊഴി അതിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. കുഞ്ഞിനായി നിർബന്ധിച്ചെന്നും ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചെന്നും ഇമെയിലിൽ നൽകിയ പരാതിയിൽ യുവതി പറയുന്നു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ്, പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ എന്നിവർ ചേരുന്നു. പത്തനംതിട്ട AR ക്യാമ്പിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ്, അന്വേഷണ ഉദ്യോഗസ്ഥയാണ്, അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇമെയിലിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ ഗോകുൽ? കൂടുതൽ വിവരങ്ങൾ. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്പത്തിനകം തന്നെ രാഹുലിനെ പുറത്തേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ുണ്ട് ഒരു പക്ഷേ ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി മെഡിക്കൽ പരിശോധന മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് കോടതി അവധി ദിവസമായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും രാഹുലിനെ ഹാജരാക്കുന്നുണ്ടാവുക. ഈ AR ക്യാമ്പിന് സമീപത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വീടുള്ളത്. പത്തനംതിട്ട ഈ AR ക്യാമ്പിൽ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുക. അവിടുന്ന് നേരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം റിമാൻഡിലേക്ക് വിടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പോലീസ്. അതിനുശേഷം റിമാൻഡിലായതിനു ശേഷം ഒരുപക്ഷെ കൊട്ടാരക്കരയിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ ആയിരിക്കും കൊണ്ടുപോകുക, ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. അതിനുശേഷം ജയിലിൽ നിന്ന് പിന്നീട് ഒരു ദിവസം കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് കേസിന്റെ ബാക്കി തുടരന്വേഷണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കാം അന്വേഷണ സംഘം കൈക്കൊള്ളുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 6 മണി മുതൽ രാഹുലിനെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് നടപടികൾ 6 മണിയോടുകൂടി പൂർത്തീകരിച്ച് അതിനുശേഷം പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് പോലീസ് സേനയെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ DYSPമാരെ എല്ലാവരെയും തന്നെ AR ക്യാമ്പിലേക്ക് വരുത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് ഉദ്യോഗസ്ഥരും ഇവിടെ സന്നദ്ധരായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം രാഹുലിനെ പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെയൊക്കെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. കാരണം വലിയ പ്രതിഷേധ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ആശുപത്രി പരിസരത്തായാലും മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോകുന്ന ഭാഗത്തായാലും അല്ലെങ്കിൽ ഈ AR ക്യാമ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴികളിലൊക്കെ ആയാലും തന്നെ സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സംഖ്യയിൽ സുരക്ഷാ വിന്യാസം പോലീസ് സേനയുടെ ഭാഗത്തു നിന്ന് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 12:30 കൂടിയിട്ടാണ് പാലക്കാട് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാവുന്നത്. അതിനുശേഷം പുലർച്ചെ ഒരു 4 മണിയോടുകൂടി പത്തനംതിട്ടയിൽ എത്തിച്ചു. പത്തനംതിട്ട AR ക്യാമ്പിൽ തന്നെ എത്തിച്ചത്. ഈ കേസ് ഓഫ് ഒക്കറൻസ് നടക്കുന്ന സ്ഥലം പത്തനംതിട്ടയാണ്. അതായത് ഈ പരാതിക്കാരി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ അക്രമം നടന്നിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കും അന്വേഷണ നടപടികൾ, അതിന്റെ അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലേക്ക് എത്തിച്ച് ഈ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം. ഇനി എന്തായാലും ഈ യുവതിയുടെ പരാതി ലഭിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലാണ്. ഇവിടെ നിന്നും ഈ പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിൽ ഈ പരാതി കൈമാറുകയായിരുന്നു അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും അന്വേഷണത്തിന്റെ തുടർ നടപടികൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നടക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തിരുവല്ല സ്വദേശിനിയാണ് പരാതിക്കാരിയുടെ പരാതിയിൽ ഈ രാഹുലിനെതിരെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ വളരെ ഗുരുതരമുള്ള സ്വഭാവമുള്ളതാണ്. അതായത് സമൂഹ മാധ്യമത്തിലൂടെയാണ് താനുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെടുന്നത്. തുടർന്ന് ഈ ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും റൂമിലെത്തിയ ഉടനെ തന്നെ അതിക്രമിക്കുകയുമായിരുന്നു, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ഇയാൾ അതിക്രമ സ്വഭാവം കാണിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകിയതിനു ശേഷമാണ് വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഈ അതായത് ഗർഭിണിയായതിനു ശേഷം ഗർഭഛിദ്രം തന്നെ കൊണ്ട് നിർബന്ധിച്ച് നടത്തിച്ചു എന്നുള്ളതാണ് യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ഗർഭഛിദ്രം നടത്തിയതിന്റെ മെഡിക്കൽ രേഖകളടക്കം യുവതി അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. യുവതിയുടെ മൊഴി കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ഈ വളരെ രഹസ്യാത്മകമായി തന്നെയാണ് പോലീസിന്റെ അന്വേഷണ നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം ആദ്യ 2 പരാതികളിൽ പോലീസിന് ഈ ഒരു രഹസ്യ സ്വഭാവം അന്വേഷണത്തിൽ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ അത് രാഹുലിന് രക്ഷപ്പെടുന്നതിനുള്ള പഴുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പോലീസ് അന്വേഷണം
അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് രാഹുലിലേക്ക് എത്തുന്ന സമയം അവിടെ നിന്ന് രാഹുൽ രക്ഷപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ഒളിവിൽ പോകുന്ന ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശത്തെ തുടർന്ന് രാഹുൽ അറസ്റ്റ് പാടില്ല എന്നുള്ളൊരു നിലയിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് മൂന്നാമതൊരു പരാതി പോലീസിന് കിട്ടുന്നത്. ആ പരാതിയിൽ കൃത്യമായിട്ട് പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതുവരെയുള്ള നടപടികൾ അന്വേഷണ സംഘം പൂർത്തീകരിച്ചത്. കസ്റ്റഡിയിൽ എടുക്കുന്നത് വരെയുള്ള നടപടികൾ അതീവ രഹസ്യമായിരുന്നു. അതായത് പോലീസിലെ ഉന്നതർക്ക് പോലും ഈ വിവരങ്ങൾ അറിയുകയില്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ടയിലെ SP-ക്ക് മാത്രമായിരുന്നില്ല, പോലീസ് മേധാവിക്ക് മാത്രമായിരുന്നു ഇന്നലെ കസ്റ്റഡിയിൽ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ള വിവരം അറിയാവുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ മാത്രമാണ് AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചത്. ഇവിടെ സജ്ജീകരണം ഒരുക്കാൻ, അതായത് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം ലഭിച്ചത് ഇന്ന് രാവിലെ മാത്രമാണ്. അങ്ങനെ മൊത്തത്തിൽ സർവീസിൽ ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. എന്തായാലും ആ പദ്ധതികളൊക്കെ വിജയകരമായി, അതായത് രാഹുലിനെ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം കൂട്ടാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി കോടതിക്ക് മുൻപാകെയും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തും. കൃത്യമായിട്ട് പരാതിക്കാരിയുടെ മൊഴി, അതോടൊപ്പം തന്നെ അവർ ഹാജരാക്കിയിട്ടുള്ള ഈ മെഡിക്കൽ രേഖകളടക്കം ഹാജരാക്കും. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ കൂടി കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. രാഹുലിന്റെ മൊബൈൽ ഫോണായാലും ലാപ്ടോപ്പ് അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടി പരിശോധനകൾക്ക് വിധേയമാക്കും അന്വേഷണ സംഘം. ആ തെളിവുകൾ കൂടി കോടതിയിൽ വരുന്ന ദിവസങ്ങളിൽ ഹാജരാക്കും. എന്തായാലും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ റിപ്പോർട്ടായിരിക്കും റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ ഹാജരാക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഈ ലൈംഗിക ഉപദ്രവം, അതോടൊപ്പം തന്നെ ഗർഭഛിദ്രം മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുവതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്ന് യുവതിയുടെ പരാതിയിൽ വ്യക്തമാകുന്നുണ്ട്. അതായത് യുവതി ഈ ഫ്ളാറ്റ് മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വകുപ്പുകൾ കൂടി ചുമത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒപ്പം ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ മുൻപുണ്ടായിരുന്ന 2 പരാതികളിലെ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യോട് ചോദിച്ചറിയാനും സാധ്യതയുണ്ട്. എന്തായാലും രാഹുലിന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. ഇനി എന്തായാലും രക്ഷപ്പെടാൻ സാധിച്ചില്ല. അത് മാത്രമല്ല, ഇനി കോടതിയിൽ കൃത്യമായിട്ട് ഈ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് രാഹുലിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും ഇന്ന് റിമാൻഡിലേക്ക് തന്നെ മാറാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. റിമാൻഡിലായി കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലോ തിരുവനന്തപുരത്തെയോ സബ് ജയിലിലേക്കായിരിക്കും രാഹുലിനെ മാറ്റുന്നുണ്ടാവുക. പിന്നീട് അവിടുന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. അതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള തുടർ ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാവുക. അതൊരു അടുത്ത ദിവസത്തേക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ബാക്കി തുടർ നടപടികൾ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ. തീർച്ചയായും പത്തനംതിട്ട AR ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്തു വരികയാണ്. പാലക്കാട് നിന്നും ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഒരു ഹോട്ടലിൽ നിന്നും, ഒരു ഫ്ലാറ്റിൽ നിന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അരുൺ ആലത്തൂർ കൂടി ചേരുന്നു. അരുൺ, തിരുവല്ല സ്വദേശിനിയായ യുവതി ഇമെയിലിൽ നൽകിയ പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കാരണം നിർബന്ധിച്ച ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, അതേപോലെ തന്നെ ദേഹ ഉപദ്രവം നടത്തി, സാമ്പത്തിക ഇടപാടുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ സാമ്പത്തിക ചൂഷണവും നടത്തി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഈ യുവതി ഉന്നയിക്കുന്നുണ്ട്. ഭർത്താവുമായി പിണങ്ങി നിന്ന അവസരത്തിലാണ് സൗഹൃദം സ്ഥാപിച്ച് പ്രണയം നടിച്ച് വശീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പരാതിയിൽ പറയുന്നു. മെഡിക്കൽ രേഖകൾ അടക്കമാണ് ഈ യുവതി പരാതിയിൽ നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. തീർച്ചയായിട്ടും വിനോദ്, ഇന്നലെ അർദ്ധരാത്രി ഒരു 12:30 രാഹുൽ മാങ്കൂട്ടത്തിന് എൻ്റെ പുറകിൽ കാണുന്ന പാലക്കാട് നഗരത്തിൽ പ്രസ് ക്ലബിന് തൊട്ട് അടുത്തായി സ്ഥിതി ചെയ്യുന്ന KPM ഹോട്ടലിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് നടപടികളൊക്കെ വളരെ അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസ് കൈകാര്യം ചെയ്തത്. ആദ്യം ഈ ഒരു ഹോട്ടലിലേക്ക് എത്തുന്നു. ഹോട്ടലിലേക്ക് എത്തിയതിന് ശേഷം ജീവനക്കാരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും മറ്റുമൊക്കെ പോലീസ് മേടിക്കുന്നു. പിന്നീട് രാഹുലിൻ്റെ റൂം ഏതാണെന്ന് ചോദിച്ചറിഞ്ഞ് ആ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. റൂമിലേക്ക് കടന്നു ചെന്നതിന് ശേഷം രാഹുലിനെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് ആ കോറിഡോറിലൂടെ നടന്നു വന്ന് റിസപ്ഷൻ കടന്ന് പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്നത്. പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള ഹേമലത, അതുപോലെ തന്നെ ഷൊർണൂർ DYSP ആയിട്ടുള്ള മുരളീധരൻ തുടങ്ങിയ ആളുകളെയൊക്കെ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ ഹോട്ടലിൽ നിന്നും അതീവ രഹസ്യമായിട്ട്
കസ്റ്റഡിയിലെടുത്ത് പിന്നീട് കുറേയേറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജീവനക്കാരുടെ ഉൾപ്പെടെ, അതായത് ഹോട്ടലിലെ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊബൈൽ ഫോണുകൾ പോലീസ് തിരിച്ചേൽപ്പിക്കുന്ന നടപടികളിലേക്ക് എത്തിയത്. ഏതായാലും പുലർച്ചെ ഒരു 2 മണിയൊക്കെ പിന്നിടുമ്പോഴേക്കും രാഹുലുമായിട്ട് ഈ അന്വേഷണ സംഘം തൃശ്ശൂർ ജില്ല പിന്നിട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും ഈ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കാൻ വന്ന സമയത്ത് കള്ളപ്പണവും മറ്റും കൊണ്ടുവന്നു എന്നുള്ള വലിയ ആരോപണങ്ങൾ ഉയരുകയും പോലീസ് പരിശോധന നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലാണ്. അതേ ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോൾ അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ ഈ ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ച് വലിയ ഇരവാദം പറഞ്ഞിരുന്നു. ആ ഇരവാദം പറഞ്ഞ അതേ ഹോട്ടലിന് മുന്നിൽ വെച്ചാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് നേതാക്കളുമായിട്ടും മറ്റുമൊക്കെ പാലക്കാട് നഗരത്തിൽ നൂറണി എന്നുള്ള പ്രദേശത്തെത്തി അവിടെ ഒരു ക്ഷേത്ര ദർശനം ഉൾപ്പെടെ നടത്തിയിരുന്നു. കോൺഗ്രസിൻ്റെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലറായ വിപിൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രാഹുലിനൊപ്പം ഇന്നലെ വൈകിട്ട് വരെയും ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷമായിരുന്നു രാഹുൽ ഈ ഹോട്ടൽ മുറിയിലെത്തി ഇവിടെ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി എത്തിയത്. ആ സമയത്താണ് അന്വേഷണ സംഘം കൃത്യമായിട്ടെത്തി രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ കൃത്യമായിട്ട് അന്വേഷണ സംഘം അതീവ രഹസ്യമായിട്ടാണ് കരുക്കൾ നീക്കിയത് എന്നുള്ളത് ഈ കസ്റ്റഡിയിലെടുത്ത നടപടികളിൽ നിന്നും മറ്റുമൊക്കെ വ്യക്തമാണ്. അതേസമയം നേരത്തെ വിനോദ് പറഞ്ഞതിലേക്ക് വരുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഈ മൂന്നാമത്തെ യുവതിയും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും യുവതി പറയുന്നത് താൻ ഈ വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ്. താനുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെടുന്നത് ഒരു നവമാധ്യമം വഴിയാണ്. നവമാധ്യമം വഴി പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് ആദ്യം സൗഹൃദം സ്ഥാപിക്കുന്നു, അത് പിന്നീട് പ്രണയമാണെന്ന് പറയുന്നു. പ്രണയമാണെന്ന് പറഞ്ഞതിന് ശേഷം ഇവരെ കാണണമെന്ന് പറയുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ റൂമെടുക്കാം എന്ന് പറയുമ്പോൾ പൊതുസ്ഥലത്ത് വെച്ച് കാണേണ്ട, താൻ വേറൊരു സ്ഥലം പറയാം, അവിടെ റൂം എടുത്താൽ മതി, അങ്ങോട്ട് വരാം എന്ന തരത്തിലൊക്കെ പറയുന്നു. അങ്ങനെ ഈ യുവതിയുമായിട്ട് ആദ്യം സൗഹൃദവും പിന്നീട് പ്രണയവും സ്ഥാപിച്ചതിന് ശേഷം ഇവർ വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. തുടർന്ന് ഈ വിവാഹബന്ധം വേർപെടുത്തുന്നതിന് വേണ്ടി രാഹുൽ ഇവരെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് അവർ പരാതിയിൽ പറയുന്നത്. അങ്ങനെ വിവാഹബന്ധം വേർപെടുത്തുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നതിനൊപ്പം തന്നെ വിവാഹം കഴിക്കണമെങ്കിൽ താൻ വിവാഹം കഴിക്കണമെങ്കിൽ വീട്ടിൽ സമ്മതിക്കണമെങ്കിൽ ഒരു കുഞ്ഞ് വേണം. അങ്ങനെ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് ഈ യുവതിയെ ഗർഭിണിയാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഗർഭിണിയാക്കിയതിന് ശേഷമാണെങ്കിൽ രാഹുൽ പിന്നീട് പറയുന്നത് ഈ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഈ കുഞ്ഞ് രാഹുലിൻ്റേതാണെന്ന് പറയുമ്പോൾ രാഹുൽ ചോദിക്കുന്നത് എൻ്റെ കുഞ്ഞൊന്നുമല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് യുവതി പറയുന്നത് ഇത് രാഹുലിൻ്റെ കുഞ്ഞിനെ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ തെളിയിക്കാം, ഇതിൽ നമുക്ക് DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്താം, അതിന് രാഹുലിൻ്റെ ഈ ഭ്രൂണത്തിൻ്റെ സാമ്പിൾ എടുത്ത് DNA ടെസ്റ്റ് നടത്താം, രാഹുലിൻ്റെ സാമ്പിളും കൂടെ വേണം എന്ന് പറയുമ്പോൾ രാഹുൽ പിന്നീട് തൻ്റെ സാമ്പിളുകൾ നൽകാൻ തയ്യാറാവാത്ത സ്ഥിതി ഉണ്ടായി എന്നുൾപ്പെടെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇവരെ വലിയ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നുൾപ്പെടെയാണ് ഈ യുവതി അന്വേഷണ സംഘത്തിന് മുൻപിൽ പറഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് സാമ്പത്തികപരമായിട്ട് പലപ്പോഴും തന്നിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ തന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു, ഷൂസും മറ്റുമൊക്കെ വാങ്ങിപ്പിച്ചു, എന്തിന് അടിവസ്ത്രം പോലും തന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനുപോലും അടിവസ്ത്രം വാങ്ങാൻ എന്ന പേരിൽ ഉൾപ്പെടെ തന്നിൽ നിന്നും പണം രാഹുൽ വാങ്ങി എന്നുള്ളതാണ് യുവതി പോലീസിൽ പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമുള്ള പരാതിയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. ലൈംഗിക ചൂഷണം മാത്രമല്ല സാമ്പത്തിക ചൂഷണവും നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് തിരുവല്ല സ്വദേശിനിയായ യുവതി ഇമെയിലിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഇന്നലെ അർദ്ധരാത്രി പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്ത് വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശും പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരും.